SSLC മക്കൾസ്, ഇതിലെ ഹിസ്റ്ററിയിലെ ലാസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാന്നൊക്കെ നമുക്ക് നോക്കിയാലോ. കാരണം ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സാറേ എല്ലാ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കൊണ്ടാ, ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കൊണ്ടാ സാറേ ആൻസർ ഞങ്ങൾ കണ്ടെത്തിക്കോളാം, ക്വസ്റ്റ്യൻസ് തന്നാളാന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കാണ്. ആ 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. യെസ്, നോ ദി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാമെന്നുള്ളതാണ്. അതിൽ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഹെർബർട്ട് സ്പെൻസർ. ഈ ഹെർബർട്ട് സ്പെൻസറിൻ്റെ കുറച്ച് വ്യൂ പോയിന്റുകളുണ്ട്. ഹെർബർട്ട് സ്പെൻസർ നമ്മുടെ സൊസൈറ്റിയെ നമ്മൾ എന്തെന്ന് പറയുന്നത് അതിൻ്റെ അതേ മനുഷ്യ ശരീരം പോലെയും അതുപോലെ തന്നെ ഒരു ലിവിങ് ഓർഗാനിസം ആയിട്ടാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് നമ്മൾ ഹെർബർട്ട് സ്പെൻസറിൻ്റെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ജീവശരീരം പോലെ, അത് ഹ്യൂമൻ ബോഡിയെ പോലെയാണ് സൊസൈറ്റിയെ കാണുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തെ കാണപ്പെടുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇനി എന്താണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മൾ പറയുന്ന ഹോസ്പിറ്റലുകളാവട്ടെ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലകളാവട്ടെ, എഡ്യൂക്കേഷൻ മേഖല ആവട്ടെ, എല്ലാ മേഖലകളിലും ലോ ആവട്ടെ, ജസ്റ്റിസ് ആവട്ടെ, നിയമങ്ങളാവട്ടെ, നീതി ആവട്ടെ, ഇവ എല്ലാവരും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് പരസ്പര ആശ്രയത്തോടു കൂടി മുന്നോട്ട് പ്രവർത്തിക്കുന്നതാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, അപ്പോൾ അത് പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഹെർബർട്ട് സ്പെൻസറിനെ പഠിച്ചു. ഇനി ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം, ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടുകൾ എന്തൊക്കെയാണ് മക്കളെ ഡിഫറെൻറ്റ് പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, ജാതി വ്യവസ്ഥയുണ്ട്, റിലീജൻ മതമുണ്ട്, ലാംഗ്വേജ് ഭാഷയുണ്ട്, റൂറൽ അർബൻ ട്രൈബൽ ഏരിയ, അതായത് ഗ്രാമ ഗോത്രവർഗ്ഗങ്ങൾ, ഇവയുടെയൊക്കെ പങ്കും നമ്മളോട് ചോദിക്കും. നോക്കിക്കേ, ഇന്ത്യയിൽ നിലനിന്നിരുന്ന വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതെന്ന് പറഞ്ഞ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ഹൗ ദേ ആർ ഓൾ റിലേറ്റഡ്, ഇതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കൂടി എന്ത് ചെയ്യുക പറയാൻ വേണ്ടി പറയും. സോഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, ഏതിൽ? കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റത്തിൽ മക്കൾ 5 ഫീച്ചേഴ്സ് ഇല്ലേ, അത് പഠിച്ചു വെക്കുക. പിന്നെ ജാതി വ്യവസ്ഥയെ പറ്റി പറഞ്ഞാൽ MN ശ്രീനിവാസ്, ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. ആ കാര്യങ്ങളും കൂടി മക്കൾ എന്ത് ചെയ്യണം പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോടാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ നോക്കേണ്ടത് റോൾ ഓഫ് റിലീജിയൻസ് ആണ്. അതായത് നമ്മൾ പറയുന്ന മതങ്ങളുടെ പങ്ക് എന്തൊക്കെയാണ്, മതങ്ങളുടെ പങ്ക്, റോൾ ഓഫ് റിലീജിയൻ ചോദിച്ച ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം ഫോം ചെയ്യുന്നത് ആ 3 കാര്യങ്ങളാണ്. ഇതിൻ്റെ ഏതൊക്കെയായിരുന്നു? ഒന്ന്, ടൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, സാമൂഹിക നിയന്ത്രണത്തിൻ്റെ സോഷ്യൽ കൺട്രോളിൻ്റെ ഉപാധിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സോഷ്യൽ ചേഞ്ചസുകൾ വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൾച്ചറൽ കാര്യങ്ങൾ അല്ലേ, ആ കാര്യങ്ങളും മക്കൾ എന്ത് ചെയ്യണം അതിൽ വെക്കണം. ഇനി ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ഭാഷയുടെ പങ്ക്, ലാംഗ്വേജിലാണ് നമ്മൾ പറയുന്നത്. വാമൊഴി പാട്ടുകൾ എന്നൊക്കെ ഇല്ലേ, വടക്കൻ പാട്ടുകൾ, ഓറൽ സോങ്സ്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നോക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ലാംഗ്വേജ് പഠിക്കുമ്പോൾ മറ്റുള്ള വൈവിധ്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഡൈവേഴ്സിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ, സെറ്റായിട്ട് അത് പഠിച്ചു വെക്കുക. ഇനി അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി, വൈവിധ്യം എങ്ങനെയാണ് ബഹുസ്വരതയിലേക്ക് എത്തുന്നത്, അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എന്തെന്ന് പറയുന്നിട്ടുണ്ട്, അതിൻ്റെ എക്സാമ്പിളുകൾ. അവിടെയാണ് നമ്മൾ ഓർക്കസ്ട്രേൻ്റെ കാര്യം പറയേണ്ടത്. ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല. പക്ഷേ ഇത് ഒരുമിച്ച് വരുമ്പോൾ ഇതെന്തായാലും ഒരു ജസ്റ്റ് നല്ല എന്തായിരിക്കും ഒരു കിടിലൻ മ്യൂസിക് പുറത്തേക്ക് വരും. അതാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ, ദേശീയോദ്ഗ്രഥനത്തിൻ്റെ സവിശേഷതകളും കൂടി നോക്കി വെക്കാം. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറാക്കി വെക്കുക. ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിലൂടെ ചോദിക്കാവുന്നതാണ്. SP_സഹദ്, പിന്നെ അതുപോലെ തന്നെ സൂപ്പർ മാഷ് 3 ഓണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതിലൂടെ ചോദിച്ചാൽ മതി. പക്ഷേ വീഡിയോസൊക്കെ വരുന്നത് ഈ അക്കൗണ്ടിലൂടെ ആയിരിക്കും കേട്ടോ. വീഡിയോസ് നമ്മുടെ പല കാര്യങ്ങൾക്കും. പക്ഷേ ചോദിക്കാനാണെന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ SP_സഹദ് എന്നുള്ളതിൽ മെൻഷൻ ചെയ്യാം, ചോദിക്കാം. അപ്പോൾ താങ്ക് യു.